മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായ കുഴപ്പം? നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഞാൻ പറഞ്ഞോ, ചിന്തിച്ചോട്ടെ, ആര് വേണം ചിന്തിച്ചോട്ടെ. ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ CPM അങ്ങോട്ട് പോവുകയാണ്, അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പം? ഇവിടുത്തെ പിന്നോക്ക ഗണേശ്, ഞാൻ ചോദിക്കണം, CPM നാളെ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയൊക്കെയാണ്, എന്താ കുഴപ്പം? ഒരു കാര്യം ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടാ? വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. CPM-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവർക്ക് ആരെ വേണം മുഖ്യമന്ത്രി ആയിക്കോട്ടെ. ഞങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് എന്തിനാണ്? എന്തൊരു തൊലിക്കട്ടി, അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഞങ്ങൾ അധ്യക്ഷൻ പറയുകയാണ് CPM ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ പോവുകയാണ്, അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് വിശദീകരിക്കണം. നോക്കെടുത്ത നുണയെ പറയൂന്ന് അറിയാഞ്ഞിട്ടല്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് CPM പോകുമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്ന് വെച്ചാ വളരെ മോശമാണ്. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഈ മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ CPM പോകും. എന്തൊരറിവാ നിനക്ക്? കൈരളി TV-യിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം സത്യം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. ഞാൻ പറയട്ടെ അജിംസെ, ഇവിടുത്തെ പിന്നോക്ക സമൂഹങ്ങൾ അവർ വളരെ പ്രതീക്ഷയോടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കണ്ടു. അവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല. ഒരു ഭാഗത്തേക്ക് മാത്രം ഏത് പ്രതീക്ഷ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പിന്നോക്കക്കാരനാണ്. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. മുമ്പ് LDF-ന്റെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനായിരുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? അതില്ല ഇതില്ല, പിന്നോക്കാവസ്ഥ, അവഗണന എന്ന് പറയും. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അത് പറയും. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. മണ്ടനാ. ഈ പിന്നോക്കക്കാർക്ക് എന്ത് കിട്ടിയില്ല എന്നാണ് വെള്ളാപ്പള്ളിയും സുരേന്ദ്രനും ഗണേഷും പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ കിട്ടാത്തത്? കൊടുക്കാൻ പറ്റൂ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.